ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. ഇവിടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കഴിഞ്ഞ ബാച്ച് പാസ് ഔട്ട് ഒക്ടോബർ 2023 പാസ് ഔട്ട് ആയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എപ്പോ കിട്ടും, അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇനി അപ്ലൈ ചെയ്യണോ, അങ്ങനെ കുറെ ഡൗട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഒന്ന് രണ്ട് പേര് കുറെ പേര് ചോദിച്ചു. അപ്പൊ നമുക്ക് അത് വീഡിയോയിലൂടെ ഒരു ക്ലാരിറ്റി കൊടുക്കാം ആ കാര്യത്തിന് വിചാരിച്ചിട്ടാണ്. നമുക്ക് അറിയാം, നമ്മുടെ എക്സാം കഴിഞ്ഞത് ഒക്ടോബർ 2023 അപ്പൊ അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പൊ അതിനുശേഷം മാർക്ക് ഷീറ്റുകളും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ആർക്കും അയച്ചു തുടങ്ങിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഒരു 3 മാസത്തിന് ശേഷമാണ് നമുക്ക് ഗ്രേഡ് കാർഡും അതുപോലെ തന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ബൈ പോസ്റ്റ് ആയിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ അത് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞത് യൂണിവേഴ്സിറ്റിയിൽ ആർക്കും അയച്ചു തുടങ്ങിയിട്ടില്ല, അവിടെ നിന്ന് അയച്ച ഒരു പ്രൊസീജിയർ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫൈനൽ ഇയറിന്റെ മാർക്ക് ഷീറ്റുകൾ അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിഞ്ഞാലും അവർക്ക് ഗ്രേഡ് കാർഡ് വരും. അപ്പൊ അതൊന്നും നമുക്ക് കുട്ടികൾക്ക് ഇതുവരെ കിട്ടാത്തത്. അപ്പൊ അത് ബൈ പോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും. അത് അടുത്ത മാസമൊക്കെ ആയിട്ട് തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. മാസം ഇനി പേപ്പറിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും. കാരണം അധികം വൈകാനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പൊ ആവശ്യമുള്ള കുട്ടികൾ അതായത് അത് എമർജൻസി എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ടാവണം. ഇപ്പൊ ജോബിന്റെ ഒരു കാര്യത്തിനൊക്കെ ശരിയായിട്ട് വളരെ അവർക്കതൊരു ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണെന്ന് തോന്നിയ രീതിയിലുള്ള ചിലർക്ക് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയപ്പോ അവര് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ഷീറ്റ് ഓൾറെഡി പ്രിന്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് അത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് അത്രയും എമർജൻസി സിറ്റുവേഷനുള്ള കുട്ടികൾ നേരിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് അവർക്ക് മാത്രമാണ് അങ്ങനെ ബൈ ഹാൻഡ് കൊടുത്തത്. പക്ഷെ അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കും അറിയാം, അത് അത്രയും എമർജൻസി ആണ്. യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക് തന്നെ ബോധ്യപ്പെട്ടാൽ മാത്രം അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ബൈ ഹാൻഡ് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കി കോമൺ ആയിട്ട് എല്ലാവർക്കും അത് ഏപ്രിലോട് കൂടിയൊക്കെ തന്നെ എന്തായാലും ബൈ പോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് അയക്കും. ഇതുവരെ ആരും വന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. സ്റ്റുഡൻസ് ആർക്കും ഇതുവരെ കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതെന്തായാലും നിങ്ങൾക്ക് പോസ്റ്റൽ വഴി ഉടനെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി അതിന് വേണ്ടിയിട്ട് പ്രൊഫഷണലിന് വേണ്ടിയിട്ട് ഇനി ആരും അപ്ലൈ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കറിയാം ഓൾറെഡി ക്രെഡിറ്റ് ട്രാൻസ്ഫർ അതിപ്പോ ഇല്ല ബാച്ച് അത് ചെയ്ത കുട്ടികൾ. അപ്പൊ നമുക്കറിയാം ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആ കോഴ്സ് ഇപ്പൊ ഇല്ല. ആ ഒരു കോഴ്സ് ചെയ്തവർക്ക് മാത്രമാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കി ഒരു കോഴ്സ് മറ്റു കോഴ്സുകൾ ചെയ്ത വിദ്യാർത്ഥികൾക്കൊന്നും പ്രൊവിഷണൽ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത കുട്ടികൾക്ക് മാത്രം നമുക്ക് ഗ്രേഡ് കാർഡ് കിട്ടിയതിന് ശേഷം പ്രൊവിഷണൽ അപ്ലൈ ചെയ്താൽ അവർക്ക് വരാറുള്ളൂ. എന്നാലും നമുക്ക് ഇപ്പൊ ആ ബാച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഫൈനൽ ഇയറിന്റെ മാർക്ക് ഷീറ്റ് വരുന്നതിനോടൊപ്പം തന്നെ പ്രൊവിഷണലും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷണലും നമുക്ക് കിട്ടും. അപ്പൊ പിന്നെ അതിന് സെപ്പറേറ്റ് വേറെ കാരണം വെച്ചാൽ നമുക്കറിയാം, നമ്മൾ എക്സാം ഫീസ് അടയ്ക്കുമ്പോൾ തന്നെ അതിന് രണ്ടിനുള്ള എമൗണ്ട് അതിന്റെ കൂട്ടത്തില് ഫൈനൽ ഇയറിന്റെ കൂട്ടത്തിൽ അടയ്ക്കണതാണ്. പിന്നെ അതിന് സെപ്പറേറ്റ് വേറെ ഫോമോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ അതിന് ശേഷം നമുക്ക് ഒറിജിനൽ അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ പ്രൊസീജിയറുകൾ. പിന്നെ ഒറിജിനൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു. പക്ഷെ ഒറിജിനൽ ഇപ്പോഴൊന്നും നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ ബാച്ചിലുള്ള കുട്ടികൾ. അതായത് മുന്ന് കഴിഞ്ഞു പോയവർക്ക് ചെയ്യാം, ഓഗസ്റ്റ് 2022 വരെയുള്ളവർക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോ ഒക്ടോബർ 2023 പാസ് ഔട്ടുകാർക്ക് നമുക്ക് അതിന്റെ കോൺവക്കേഷൻ യൂണിവേഴ്സിറ്റി എന്നാണ് ഫിക്സ് ചെയ്തിട്ടില്ല. അത് നിശ്ചയിക്കുന്ന പ്രകാരം മാത്രം നമുക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമ്മൾ മുന്നും കോൺവക്കേഷന്റെ ഡീറ്റെയിൽസ് പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചിന്റെ കോൺവക്കേഷൻ എന്തായാലും ഒരു 6 മാസത്തിന് ശേഷം ഉണ്ടാവുള്ളൂ, അത് ഉറപ്പാണ്. അപ്പൊ ആ ഒരു കോൺവക്കേഷന്റെ ഡേറ്റ് അറിഞ്ഞിട്ട് മാത്രം നമുക്ക് ഒറിജിനൽ അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇതുവരെ ഒറിജിനൽ അപ്ലൈ ചെയ്യാത്ത കുറെ കുട്ടികളുണ്ട്. അതായത് കുറെ പേർക്ക് ഇത് വീട്ടിലേക്ക് തന്നെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പ്രൊവിഷണലും മാർക്ക് ഷീറ്റും ഗ്രേഡ് കാർഡും ഒക്കെ കിട്ടിയതിന് ശേഷം ഒറിജിനല് ചിലപ്പോൾ ഇതുപോലെ തന്നെ വരുന്നുള്ള, അതായത് അതിന് അപ്ലൈ ചെയ്യണോ എന്നുള്ളൊരു കാര്യം അറിയാതെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ നമുക്കിപ്പോ അറിയാം, ഓഗസ്റ്റ് 2022 പാസ് ഔട്ട് ആയത് വരെയുള്ള എല്ലാവർക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫാസ്റ്റ് ട്രാക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എത്രയും വേഗം കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യാണ്ട് ഒരുപാട് പേരുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ വിളിക്കുമ്പോ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ 16-17 പാസ് ഔട്ടുകാരൊക്കെ ആയിരിക്കും ഇപ്പൊ അപ്ലൈ ചെയ്യണം. അപ്പൊ അവർക്ക് ശേഷം ഒരു 6-7 ബാച്ചൊക്കെ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. എന്നിട്ട് പോലും ഇതിന്റെ കാര്യം ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് അവരിൽ പലരും ചെയ്യാണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പ്രൊഫഷണൽ കിട്ടിയിട്ട് ഇതുവരെ ഒറിജിനലിന് അപ്ലൈ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നമുക്കത് എത്രയും വേഗം അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പൊ അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോ കുട്ടികൾ ഇനിയിപ്പോ നിരന്തരം ചോദിക്കേണ്ട, നിങ്ങൾ വീട്ടിലേക്ക് വന്നോളൂ പ്രൊവിഷണൽ വരെ. ബാക്കി അതിന് ശേഷം നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ താങ്ക് യു.